ഫ്രണ്ട്സ്, ലിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ പോകണം. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതെൻ്റെ അനിയത്തി വരച്ച പടമാണ്. സൂപ്പർ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പേപ്പർ, A4 സൈസ് ഇങ്ങനത്തെ ടൈപ്പിൽ പേപ്പർ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ A4 സൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പല തവണ ഇങ്ങനെ മടക്കി എടുക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാം. ഇങ്ങനെ. നെക്സ്റ്റ് ഇങ്ങനെ മടക്കി. ഇനി നമ്മൾ ഇങ്ങനെയും കൂടെ മടക്കി കൊടുക്കുക. പിന്നെ ഇതാ ഇങ്ങനെയും കൂടെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിതിനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനത്തെ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പീസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്ന് പറയുമ്പം മടക്കാവുന്ന രീതിയിൽ, മറ്റേ രീതിയിൽ ഇങ്ങനെ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണം. ഇതുപോലെ ചെയ്തേക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ അകത്തിങ്ങനെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാപ്ലറാണ്. നമുക്ക് സ്റ്റാപ്ലർ എടുക്കാം. സ്റ്റാപ്ലർ എടുത്ത് ആദ്യമേ ഇവിടെ ഒരു പ്രാവശ്യം അടിക്കണം. നമുക്ക് അടിച്ചു കൊടുക്കാതെ ഫസ്റ്റ് ടൈം തവണ ഈ 3 പ്രാവശ്യം ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ കാര്യമാണ് സിസേഴ്സ് എടുക്കുക. അറ്റം ഒന്ന് ലെയർ കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഷേപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കാം. അതിനായിട്ട് തന്നെ നമ്മുടെ സ്കെച്ച് ബുക്കിൽ നിന്ന് എടുക്കാം. നമുക്കൊരു സ്കെച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് കളർ എടുത്ത് നമുക്കിതാ ഞാൻ ചെയ്യുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ബോറായിട്ടുള്ള ഡിസൈൻ. പക്ഷെ ആ ബോർ നമ്മൾ വേറെ ലെവലാക്കും. ഫ്രണ്ടിൽ നമ്മൾ പറ്റുവാണെങ്കിൽ ബാക്കിൽ നമുക്ക് അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കാം. നമ്മൾ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഹോം മെയ്ഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമേ. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറേ ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഷീറോ, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരിത്,
ഇത് ഞാൻ ഒരു ആപ്പ് നോക്കി വരച്ചതാണ്. ഇത് ആ ഒരു ആപ്പിൻ്റെ പേര് എന്തുവാ, എയർ ഡ്രോയിങ് എന്നാണ്. പിന്നെതാ ഇതാണ്, പിന്നെതാ ഇത്. ഇതിനകത്ത് വെച്ചാലും ചേരുവോ ഫ്രണ്ട്സ്? ഇത് നമുക്ക് വെച്ച് നോക്കാം. ഇത് അടിപൊളിയാലോ. ഇത് നമുക്ക് വെക്കാം. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ എങ്ങനെ ഒട്ടിക്കുന്നത്, ഞാൻ സ്റ്റിക്കറാക്കി ഐശ്വര്യമായിട്ട് നമുക്ക് ഇളക്കാം. നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എയർ ബബിൾസ് വരാനായിട്ട് സ്കെയിലാണ് വേണ്ടത്. അങ്ങനെ ബബിൾസ് കൊണ്ടുവരും. ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിലും കൂടി നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് നമുക്ക് അല്ലാത്ത സ്റ്റിക്കർ ഒട്ടിക്കാം. കാരണം ഇതൊക്കെ ഒട്ടിക്കാൻ എനിക്ക് മനസ്സിലായി. അതിൻ്റെ അനീതിയാണ്. ഓക്കെ, എൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം എൻ്റെ തീരാറായി. അതെങ്ങനെ എപ്പോഴും ഇട്ടങ്ങ് യൂസ് ചെയ്യുക. എങ്ങനെ എല്ലാത്തിനും ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒന്ന് യൂസ് ചെയ്യും. ഇതാണ് എൻ്റെ കാര്യം. നമുക്ക് ഇതിനകത്താണ്, ഈ ഒരു ബാഗിനകത്താണ് ഞാൻ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊന്നുമില്ല. 5-6 ഷീറ്റേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊന്നും ഇല്ലെങ്കിൽ മാത്രം 1-2 സ്റ്റിക്കർ മാത്രം. നമുക്ക് ഈ ഒരു ഗേളിനെ എടുത്താലോ? അത് വേണം. ഇത് കുറച്ച് ഉണ്ടപ്പക്കറും അതൊന്നും വേണ്ട. ഇതെടുക്കാൻ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒപ്പിച്ചു കൊടുക്കാം. ആകെ ഇത്ര സോ സാഡ്. സ്കെയില് ഫ്രണ്ട്സ് പോയി. ഇത് തല തിരിച്ചാ ഞാൻ ഒട്ടിച്ചേക്കുന്നത്. Oh my God. പോക്കറ്റിന് ഇളകി വന്നതോ? ഇത് ഭാഗ്യത്തിന് എന്തോ ഇളകി വന്നു. ഭാഗ്യമേ ഫ്രണ്ട്സ്, ഭാഗ്യം. നമുക്ക് ഒരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കാം.
സ്റ്റാർ വല്ലതും വേണ്ടേ? എന്നിട്ടല്ലേ നമ്മളെ ഒട്ടിക്കാൻ പറ്റും ഇല്ലേ? ആ റിബൺ ഉണ്ടല്ലോ പറഞ്ഞ പോലെ. റിബൺ എടുത്ത് നമുക്ക് ഇവിടെ വല്ലതും ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മിനി ബുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ പോയക്കരുത്. അപ്പോൾ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാനൊരു സ്റ്റിക്കർ മേക്കിംഗ് ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ബൈ.